സന്തോഷം. ഇന്ന് MIT-യുടെ അഥവാ മിഷൻ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ടീമിന്റെ പ്രഭാതവേളയിലെ ഈ ഒരു മോർണിംഗ് മീറ്റിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ സർവശക്തനെ സ്തുതിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാഡം വളരെ വ്യക്തമായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രണ്ടാം തവണയും എന്നെ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സ്നേഹിതനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ MIT-യുടെ ആദരണീയനായ ZTC ലീഡർ പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട MIT ടീം അംഗങ്ങൾ, ഇതിൽ ഒരുപാട് പരിചയമുള്ളതും ഇല്ലാത്തതുമായ മുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഏതായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ലീഡേഴ്സിനൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ എത്തിച്ച അല്ലെങ്കിൽ കൈപിടിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വയനാട് ജില്ലയുടെ അഭിമാനമായിട്ടുള്ള ഇന്ന് RTC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നൂർഷ കമ്പളക്കാടാണ്. നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഒരു നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കണം. ഏതായാലും ഇന്ന് ഞാൻ പറഞ്ഞു, രണ്ടാം തവണയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരുന്നത്. അന്ന് വന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് നമ്മുടെ MI അഥവാ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഒന്ന് ആരോഗ്യ മേഖലയാണ്, രണ്ട് കാർഷിക മേഖലയാണ്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കാർഷിക മേഖലയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതൊരു വലിയ മേഖലയായതുകൊണ്ട് തന്നെ പലരും കൈവെക്കാൻ മടിക്കുന്നതും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്ക് അഗ്രികൾച്ചർ മേഖല എന്ന് പറയുന്നത്. ലോകാടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്തിലെ 68% ആളുകൾ, ജനസംഖ്യയിൽ 68% ആളുകൾ കാർഷിക വൃത്തിയുമായി ജീവിക്കുന്ന ആളുകളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് വലിയ സ്കോപ്പ് ഉണ്ട്, വലിയ ചാൻസ് ഉണ്ട്, വലിയ സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ 68% ആളുകളാണെങ്കിൽ ഇന്ത്യയിൽ 65% ആളുകളും, 100-ൽ 65% ആളുകളും കാർഷിക വൃത്തിയുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇന്ത്യയിലും ഇതിന് വലിയ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് കർഷകരിലേക്ക് എത്തിക്കുന്നതിന്, കർഷകരെ കൺവിൻസ് ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും വളരെ കൃത്യമായ ഫോക്കസും അനിവാര്യമാണ്. അപ്പൊ ആ ഒരു മേഖല നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 8ഓളം അല്ലെങ്കിൽ 9ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ കർഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പങ്കുവെക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ പ്രൊഡക്റ്റിലേക്ക് വരിക. ശരിക്ക് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്രയും വലിയ ഒരു മേഖലയാണ് കാർഷിക മേഖല. സാധാരണ ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കർഷകർക്കും അല്ലാത്തവർക്കുമായിട്ട് ധാരാളം ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ആ ക്ലാസ് കഴിയുമ്പോഴും അവർ പറയുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് സാറേ എന്നാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മേഖലയാണ്. ഏതായാലും നമ്മൾ അതിന്റെ ഒരു ബേസ്, ഒരു അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് കൃഷി ചെയ്യുന്നവനാണ് കർഷകൻ. മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് കൃഷി ചെയ്യുന്നവനാണ് യഥാർത്ഥ കർഷകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണറിയണം. അത് കർഷകൻ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളും അറിയണം. എന്താണ് മണ്ണ്? മണ്ണിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ അവർക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അവരെ കൺവിൻസ് ചെയ്യേണ്ടതും ആദ്യം മണ്ണിനെ മനസ്സിലാക്കിയിട്ടാണ് എന്നർത്ഥം. അപ്പം മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണമെന്നാണ് പറയുന്നത്. മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം. നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും നല്ല മനുഷ്യര്, അല്ലെ? മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന, ക്രോധമില്ലാത്ത, അക്രമമില്ലാത്ത, അഹന്തയില്ലാത്ത ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ല മനുഷ്യനാകണമെങ്കിൽ നല്ല മനസ്സ് വേണം. നല്ല മനസ്സുണ്ടാവണമെങ്കിൽ നല്ല അന്നം കഴിക്കണം. നല്ല അന്നം കഴിക്കണമെങ്കിൽ നല്ല കൃഷി സംജാതമാക്കണം. അപ്പോ മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവണമെങ്കിൽ അന്നം നന്നാവണം. അന്നം നന്നാവണമെങ്കിൽ കൃഷി നന്നാവണം. കൃഷി നന്നാവണമെങ്കിൽ വിഷരഹിതമായ വളപ്രയോഗത്തിലൂടെ കൃഷി സംജാതമാക്കണം. ക്ലിയർ? ഈ രീതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ന് മനുഷ്യന്റെ മാനവരാശിയുടെ നട്ടെല്ലുമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷിയില്ലെങ്കിൽ മനുഷ്യ ജീവിതം ദുസ്സഹമാണ്. മനുഷ്യന് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ആരും കൃഷി ചെയ്യുന്നില്ലെങ്കിലും കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും എന്നർത്ഥം. അപ്പൊ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, അഥവാ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് മണ്ണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെല്ലാം ഘടകങ്ങൾ വേണം? ഒരു ആരോഗ്യപൂർണമായ ചെടി മണ്ണിൽ വളരണമെങ്കിൽ ആരോഗ്യപൂർണമായ മണ്ണുണ്ടാവണം, അല്ലെങ്കിൽ ഫലപുഷ്ടിയുള്ള മണ്ണുണ്ടാവണം. ധാരാളം വിളവുകൾ നൽകുന്ന ഒരു നല്ല മണ്ണ് സംജാതമാക്കുക എന്നതാണ് ഒന്നാമത്തെ ഘടകം. അതിൽ മണ്ണിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മണ്ണിൽ കൃത്യമായ കാർബൺ ഉണ്ടാവണം. രണ്ട്, മണ്ണിന്റെ pH കറക്റ്റ് ആയിരിക്കണം. മൂന്ന്, മണ്ണിൽ അയഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടാവണം. നാല്, മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ടാവണം. ഇതൊക്കെ സംജാതമാകുമ്പോഴാണ്, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു മണ്ണ് വളരെ ഫലപുഷ്ടിയുള്ള ആരോഗ്യമുള്ള മണ്ണായിട്ട് മാറുന്നത്, ഹെൽത്തിയായ മണ്ണായിട്ട് മാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായിട്ടുള്ള ഈ കാർബണും pH-ഉം അയഡിനും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുമൊക്കെ ധാരാളം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വളപ്രയോഗമായിരിക്കണം ആര് നടത്തേണ്ടത്? നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ കർഷകർ നടത്തേണ്ടത്. അപ്പൊ കർഷകരെ അത് ബോധവൽക്കരിക്കണം. ആദ്യം തന്നെ ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കാതെ മണ്ണിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ മണ്ണിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. നിങ്ങളുടെ മണ്ണിൽ കാർബൺ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? മണ്ണിന്റെ pH ടെസ്റ്റ് ചെയ്യാറുണ്ടോ?
മണ്ണിൽ അയഡിന്റെ കണ്ടന്റ് ഉണ്ടോ, മണ്ണിൽ അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുണ്ടോ, അല്ലെങ്കിൽ മണ്ണിരകളുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അപ്പോഴാണ് ആ മണ്ണിന്റെ സ്ഥിതി നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അതിലേക്ക് ഓരോന്നിലേക്ക് വരാം. ആദ്യം ഞാൻ പറഞ്ഞത് മണ്ണ് കാർബൺ ഉള്ള മണ്ണായിരിക്കണം. കാർബൺ ഉള്ള മണ്ണുണ്ടാവണമെങ്കിൽ കാർബൺ ഉള്ള മണ്ണിന്റെ അടയാളം എന്താ? അല്ല, കറുത്ത മണ്ണായിരിക്കും. കറുപ്പ് കൂടിയ മണ്ണിൽ കാർബൺ കൂടുതലായിരിക്കും എന്നർത്ഥം. അപ്പൊ കാർബണിന്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാരോഗ്യപൂർണമായ ചെടി, സ്ട്രെസ് ഇല്ലാതെ വളരെ ഉന്മേഷത്തോടെ ആവേശത്തോടെ വളരുന്ന ഒരു ചെടി, നല്ല പച്ചപ്പോടുകൂടെ നിലനിൽക്കുന്ന ഒരു ചെടി മണ്ണിലുണ്ടാവണമെങ്കിൽ മണ്ണിന്റെ കാർബണിന്റെ അളവ് കൃത്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മിനിമം എത്ര ശതമാനം കാർബൺ വേണം മണ്ണിൽ? ഒരാരോഗ്യമുള്ള ചെടി വളരണമെങ്കിൽ എത്ര ശതമാനം കാർബൺ മണ്ണിൽ വേണം? ഇത് ശരിക്ക് കൃത്യമായിട്ട് കർഷകനോട് അങ്ങോട്ട് ചോദിക്കണം. കർഷകനോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ പല കർഷകർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ധാരണയില്ല. ധാരാളം ക്ലാസ്സുകൾ കൃഷിഭവനും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പം നിലവിൽ എത്ര ശതമാനം കാർബൺ വേണം? മിനിമം 3% കാർബൺ വേണം. 3% കാർബൺ ഉള്ള മണ്ണാണ് ആരോഗ്യമുള്ള മണ്ണായിട്ട് മാറുന്നത്. എന്നാൽ കേരളത്തിലെ അവസ്ഥ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ മണ്ണിന്റെ കാർബണിന്റെ അളവ് നോക്കുകയാണെങ്കിൽ പഠനം പറയുന്നത് ഇന്ന് നിലവിൽ 1% പോലും കാർബൺ ഇല്ല. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു ആരോഗ്യമുള്ള ചെടി വളരുക? എങ്ങനെയാണ് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള വളർച്ച, ഗ്രോത്ത് ചെടികൾക്ക് ലഭിക്കുക? അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഫ്ലഡ് കാരണമായിട്ടുണ്ട്, വെള്ളപ്പൊക്കങ്ങൾ കാരണമായിട്ടുണ്ട്, കുത്തിയൊലിപ്പ് കാരണമായിട്ടുണ്ട്, തീഷ്ണമായ ഉഷ്ണം കാരണമായിട്ടുണ്ട്, ചൂട് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ച സമയത്ത് മണ്ണിലെ കാർബണിന്റെ അളവ് എന്തായിപ്പോയി? കുറഞ്ഞുപോയി. എന്നാൽ കേരളത്തിലെ എല്ലാ പറമ്പുകളും ഇങ്ങനെയാണ് എന്നല്ല അതിനർത്ഥം. ഭൂരിഭാഗം സ്ഥലങ്ങളിലും 1%-അടുത്തേ എന്തുള്ളൂ? കാർബൺ ഉള്ളൂ. എന്നാൽ ചില തോട്ടങ്ങൾ, ചില പറമ്പുകൾ നന്നായി സംരക്ഷിക്കുന്ന, നന്നായി പരിപാലിക്കുന്ന ചില കർഷകരുണ്ട്, അല്ലെങ്കിൽ ചില ഭൂ ഉടമകളുണ്ട്. അവര് കൃത്യമായി നോക്കിപ്പോരുന്നത് കൊണ്ട് ആ മണ്ണിൽ എന്തുണ്ടാവാം? കാർബൺ ഉണ്ടാവാം. എല്ലാ മണ്ണും ഇങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. പക്ഷെ ഭൂരിഭാഗം മണ്ണും 1%-ൽ താഴെയാണ് കാർബൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കാർബൺ കൂട്ടാനുള്ള പദ്ധതി സ്വീകരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു മിനിമം 3% കാർബൺ വേണ്ടത്. ആ കാർബണിന്റെ അളവ് 8%-ലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ, 8%-ലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവിടെ നനച്ചു കൊടുക്കുക വരെ വേണ്ടതാണ്. ഈർപ്പം എപ്പോഴും നിലനിൽക്കും, അവിടെ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരെ ഇല്ല. അപ്പൊ കാർബണിന്റെ അളവ് കൂട്ടുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി കാർബണിന്റെ അളവ് കൂട്ടാനുള്ള വഴികൾ, ഞാൻ ഇതിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതാണ്, ഏതായാലും ഭയപ്പെടുക. ഓക്കെ, കാർബണിന്റെ അളവ് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട വഴികൾ സാധാരണ നമ്മൾ ചെയ്തു പോരുന്നത് പച്ച ഇലകൾ കൊത്തിയിട്ട് മണ്ണിൽ ലയിപ്പിച്ച് കമ്പോസ്റ്റ് ആക്കി കാർബൺ കൂട്ടും. മരച്ചില്ലകളും മരത്തടികളും കരിയിലകളും കൂട്ടിയിട്ട് അത് മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് കാർബൺ കൂടും. ഇനി അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ പെട്ടെന്ന് കാർബൺ കൂടാനുള്ള മാർഗമാണ് ചിപ്പിളിച്ചീള് എന്ന് പറയുന്നത്, അഥവാ അറക്കപ്പൊടി, ഈർച്ചപ്പൊടി എന്നൊക്കെ പറയാം. മില്ലിൽ നിന്ന്, മരമില്ലിൽ നിന്ന്, സോ മില്ലിൽ നിന്ന് ലഭിക്കുന്ന അറക്കപ്പൊടികൾ. അതില് ഓയിൽ മരങ്ങളുടേതല്ലാത്ത അറക്കപ്പൊടി, പാം ട്രീ പോലെയുള്ള ഓയിൽ മരങ്ങളുടേത് പറ്റില്ല. അല്ലാത്ത മരങ്ങളുടെ അറക്കപ്പൊടി ഉപയോഗിച്ചാൽ, മണ്ണിൽ കൊണ്ടുപോയി ഇട്ടാൽ വളരെ പെട്ടെന്ന് കാർബൺ കൂട്ടാൻ കഴിയുമെന്നാണ് പഠനം പറയുന്നത്. അപ്പൊ ഈ 3 രീതികളും സ്വീകരിക്കാം. പക്ഷേ ഇവിടെ 2 തെറ്റായ രീതികൾ കർഷകർ തുടർന്ന് പോന്നിരുന്നു.
ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാർബൺ കൂട്ടാൻ വേണ്ടി പല കർഷകരും എന്ത് ചെയ്യാറുണ്ട്? കരിയില കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. ചില്ലകളും മരത്തടികളും കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചാരം ലഭിച്ചാൽ അത് കാർബൺ ആണ് എന്നുള്ള ധാരണയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കരിയിലകൾ കത്തിക്കാറുണ്ട്. ഈ പ്രവണത തെറ്റായ രീതിയാണ്. കാരണം അവരുടെ പഠനവും അവരുടെ ചിന്തയും കറക്റ്റാണ്. കാരണം ഈ ചാരം എന്ന് പറയുന്നത്, കരിയില കത്തിക്കഴിഞ്ഞാൽ കരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാരം എന്ന് പറയുന്നത് കാർബണാണ്. അതുകൊണ്ടാണ് ഈ കാർബൺ ആണല്ലോ, അത് ഇട്ടാൽ കാർബൺ കൂടുമെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ആ പ്രവണത തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത്. അത് കാർബൺ ആണെങ്കിലും അത് ഡൈ കാർബൺ ആണ്. ഡൈ കാർബൺ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത കാർബൺ ആണ്. ശരിക്കും മണ്ണിന് വേണ്ടത് ലിവിങ് കാർബൺ ആണ്. ജീവനുള്ള കാർബൺ ആണ് ആർക്ക് കൊടുക്കേണ്ടത്? മണ്ണിന് ഫലപുഷ്ടി കൂടാനും കാർബൺ കൂടാനും വേണ്ടത് ലിവിങ് കാർബൺ ആണ്, ജീവനുള്ള കാർബൺ ആണ്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ഡൈ കാർബൺ ആണ്, അഥവാ ചത്ത കാർബൺ, ജീവനില്ലാത്ത കാർബൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മണ്ണിന് കൂടുതൽ ഫലപുഷ്ടിയൊന്നും ലഭിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ഇക്കോളജി പറയുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തതാണ് പി എച്ച്. പി എച്ച് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, മണ്ണിന്റെ ആൽക്കലൈനിന്റെയും അസിഡിറ്റിയുടെയും ഒരു അളവാണ്, ന്യൂട്രൽ പൊസിഷനാണ് പി എച്ച് എന്ന് പറയുന്നത്. അത് മണ്ണിന് മാത്രമല്ല, മണ്ണിന്റെ പി എച്ച് നോക്കാറുണ്ട്, വെള്ളത്തിന്റെ പി എച്ച് നോക്കാറുണ്ട്, അല്ലേ? മനുഷ്യന്റെ ബ്ലഡിനും പി എച്ച് ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയാം, മനുഷ്യന്റെ ബ്ലഡിനും എന്തുണ്ട്? പി എച്ച് ഉണ്ട്. അപ്പൊ മണ്ണിനുണ്ട്, വെള്ളത്തിനുണ്ട്, മനുഷ്യന്റെ ബ്ലഡിനും പി എച്ച് ഉണ്ട്. എന്നിട്ട് അത്ഭുതമാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ പി എച്ച് നോക്കുന്ന സമയത്ത് ഈ പി എച്ച് എത്രയിൽ നിൽക്കുമ്പോഴാണ് ഒരു ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുക? ആരോഗ്യമുള്ള ചെടി ഉണ്ടാവണമെങ്കിൽ പി എച്ച് 6.5 മുതൽ 7.5 വരെ, 6.5 മുതൽ 7.5 വരെയാണ് പി എച്ച് ഉണ്ടാവേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും 7 നിൽക്കുകയാണെങ്കിൽ, പി എച്ച് 7 നിൽക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അത് ന്യൂട്രൽ പൊസിഷനാണ്. 7 നിർത്താൻ സാധിക്കണം പി എച്ചിനെ. അപ്പൊ മണ്ണിന്റെ പി എച്ച് 7 അല്ലെങ്കിൽ, വെള്ളത്തിന്റെ പി എച്ച് 7 അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ 6.5 മുതൽ 7.5 ഇടയിലല്ലെങ്കിൽ ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ചെടികൾക്ക് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും, ക്ഷീണമായിരിക്കും. അപ്പൊ പല ഭാഗത്തും, പല തോട്ടങ്ങളിലും, പല ഇടങ്ങളിലും ചെടികൾക്ക് നല്ല ഉന്മേഷം കാണാത്തതിന്റെ, ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കാൻ കഴിയാത്തതിന്റെ, മറ്റ് രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് പി എച്ച് ആണ്. അപ്പൊ പി എച്ച് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ടില്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി പറയണം കർഷകനോട്. ഇനി അതുമല്ലെങ്കിൽ സ്വന്തം ഒരു മെഷറിംഗ് സ്കെയിൽ വാങ്ങിയിട്ട്, ഇപ്പം ധാരാളം ഇലക്ട്രോണിക്സ് സ്കെയിലുകൾ കിട്ടാനുണ്ട്. ആ സ്കെയിലുകളിൽ പി എച്ചിന്റെ കൃത്യമായ അളവ് കിട്ടും. അത് മണ്ണിലേക്ക് കുത്തി ഇറക്കിയാൽ, അവിടെ വെച്ച് നോക്കിയാൽ ആ മണ്ണിൽ എത്ര പി എച്ച് ഉണ്ട് എന്ന് അത് കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഷുഗറൊക്കെ നമ്മൾ ഇലക്ട്രോണിക് വെച്ച് നോക്കുന്നില്ലേ? അതേപോലെ മണ്ണിന്റെ പി എച്ച് കർഷകർക്ക് തന്നെ സ്വന്തം മെഷർ ചെയ്യാൻ കഴിയും, അളക്കാൻ കഴിയും. പണ്ട് നമ്മൾ ഇത് ലാബിൽ കൊടുത്ത് 3 മാസം വരെയൊക്കെ ടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്, ലഭ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മെഷറിംഗ് സ്കെയില്, എർത്ത് മെഷറിംഗ് സ്കെയിൽ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ പീച്ച് സ്കെയിൽ എന്ത് വേണമെങ്കിലും പറയാം, ആ സ്കെയിൽ വാങ്ങിയിട്ട് നമുക്ക് ഈ മെഷറിംഗ് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പി എച്ചിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ, കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ആർക്ക് പ്രശ്നമാണ്? മണ്ണിന് പ്രശ്നമാണ്. മണ്ണ് പ്രശ്നമാകുമ്പോൾ അതാർക്ക് പ്രശ്നമാണ്? ചെടികൾക്ക് പ്രശ്നമാണ്. പി എച്ച് ലെവല് കൂടുകയോ കുറയുകയോ ചെയ്താൽ മനുഷ്യനും പ്രശ്നമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലഡിന്റെ അളവ് അതുകൊണ്ടാണ്.
മനുഷ്യനും പ്രശ്നമാണ്, വെള്ളത്തിനും പ്രശ്നമാണ്. അപ്പൊ ഇവിടെയൊക്കെ പി എച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോ പി എച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ, പി എച്ച് കറക്റ്റ് ആവണമെങ്കിൽ, മണ്ണിന്റെ അസിഡിറ്റി പരിശോധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അസിഡിറ്റി ന്യൂട്രൽ പൊസിഷനിൽ നിർത്തണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ 6.5 മുതൽ 7.5 വരെ ഉള്ള ഈ അളവിനെ 7 ആക്കി നിർത്താൻ നമുക്ക് എന്താവണം, സാധിക്കണം, നമുക്ക് സാധിക്കണം. അപ്പം ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ 7ലേക്ക് പി എച്ചിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും വേണം. അപ്പൊ അതിനെ കൊണ്ടുവരാൻ ഇന്ന് കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? മണ്ണിന്റെ പുളിപ്പ് മാറ്റാൻ വേണ്ടി, അസിഡിറ്റി മാറ്റാൻ വേണ്ടി കർഷകര് സ്വാഭാവികമായിട്ടും ചെയ്തു പോരുന്നത് കുമ്മായ പ്രയോഗമാണ്, അല്ലെങ്കിൽ ഡോളോമൈറ്റ് പ്രയോഗമാണ്. അപ്പൊ ഈ രീതിയിൽ കുമ്മായമോ ഡോളോമൈറ്റോ നമ്മൾ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു തെറ്റായ രീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഇത്രയും കാലം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കൃഷിഭവനും ഒക്കെ കർഷകരെ പഠിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കർഷകർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കുമ്മായ പ്രയോഗം മണ്ണിൽ നടത്തുക, ഡോളോമൈറ്റ് പ്രയോഗം മണ്ണിൽ നടത്തുക, പി എച്ച് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസിഡിറ്റി കുറക്കുക, ആൽക്കലൈൻ ആക്കുക എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു തെറ്റായ രീതി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടത് കുമ്മായം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഏത് കുമ്മായം? ഇവിടെയാണ് ചെറിയൊരു ഫാൾട്ട് സംഭവിച്ചിരിക്കുന്നത്. ഏത് കുമ്മായം വേണം? ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കക്കപ്പൊടി എന്ന് പറയുന്ന കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മണ്ണിന്റെ പുളിപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ പി എച്ച് കറക്റ്റ് ചെയ്യാൻ മണ്ണിനാവശ്യം കാൽസ്യം കാർബോണേറ്റ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഒന്ന്, ഇപ്പൊ കൊടുക്കുന്ന നീറ്റ് കക്ക കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. യഥാർത്ഥത്തിൽ മണ്ണിന് വേണ്ടത് കാൽസ്യം കാർബോണേറ്റ് ആണ്. അപ്പൊ കാൽസ്യം കാർബോണേറ്റ് എന്ന് പറയുന്നത് ഏത് കക്കയാ? കക്ക തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കുമ്മായം തന്നെയാണ്. പക്ഷെ എന്തല്ല, നീറ്റ് കക്കയല്ല, പച്ചക്കക്കയുടെ പൊടിയാണ് മണ്ണിലിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ പച്ചക്കക്കയുടെ പൊടി ധാരാളം ലഭിക്കാനുണ്ട്, കിട്ടുന്നുണ്ട്, അവൈലബിളാ. പക്ഷെ ഇത്രയും കാലം ചെയ്തു പോകുന്ന രീതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ രീതികളിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് മണ്ണിന്റെ ഫലപുഷ്ടിയെ ഇല്ലാതാക്കുകയും മണ്ണിൽ അമ്ലത്വം കൂടുകയും അഥവാ അസിഡിറ്റി വർദ്ധിക്കുകയും ചെടികൾക്ക് സ്ട്രെസ് ബാധിക്കുകയും ചെടികൾക്ക് ദ്രുതവാട്ടം അടക്കമുള്ള പല പ്രശ്നങ്ങളും സംഭവിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രയോഗമാണെന്നാണ് പഠനം ഇക്കോളജി പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുമ്മായം ഇട്ട് കൊടുക്കാം. പക്ഷെ ഏത് കുമ്മായാണ് ഇട്ട് കൊടുക്കേണ്ടത് പറയേണ്ടത്? നിലവിൽ നീറ്റ് കക്കയല്ല, പച്ചക്കക്കയുടെ പൊടിയാണ് മണ്ണിലിട്ട് കൊടുക്കേണ്ടത് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തണം. ആ സമയത്ത് മണ്ണിനെ നമുക്ക് പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിന്റെ പി എച്ചും വെള്ളത്തിന്റെ പി എച്ചും ഒക്കെ കറക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ മനുഷ്യന്റെ ബ്ലഡിന്റെ പി എച്ചും കറക്റ്റ് ചെയ്യണം. മനുഷ്യന്റെ ബ്ലഡിന്റെ പി എച്ചും 7.34 ആണ്. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മനുഷ്യന്റെ പി എച്ചിന്റെ, ബ്ലഡിന്റെ പി എച്ച് ലെവൽ താഴുകയോ ഉയരുകയോ ചെയ്താൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? കുഴഞ്ഞു വീണ് മരിക്കും. അല്ലേ? നമ്മൾ കാണുന്നുണ്ട്, ചില സമയത്തൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്, സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കെ, അല്ലെ, സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ മരണപ്പെടുന്നത്? അത് സ്വാഭാവികമായിട്ടും അവരുടെ എക്സസൈസിന്റെ കുറവാണോ? വ്യായാമത്തിന്റെ കുറവാണോ? ഒരിക്കലുമല്ല. വ്യായാമം കൃത്യമായിട്ട് ഓടുന്നവർക്ക് നടക്കുന്നുണ്ട്, ഗ്രൗണ്ടിൽ ഓടുന്നവർക്ക് നടക്കുന്നുണ്ട്, സൈക്കിൾ സവാരി ചെയ്യുന്ന ആളുകൾക്കും വ്യായാമം നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബ്ലഡിന്റെ പി എച്ച് താഴുന്നതാണ് ഈ കുഴഞ്ഞ് വീണ് മരണത്തിന് കാരണമാകുന്നത് എന്നാണ് പഠനം പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
മണ്ണിന്റെയും വെള്ളത്തിന്റെയും pH, മണ്ണിന്റെയും വെള്ളത്തിന്റെയും pH പോലെ തന്നെ മനുഷ്യന്റെ ബ്ലഡിന്റെ pHഉം 7 ആക്കി നിലനിർത്താൻ നമുക്ക് എന്താവണം, സാധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, മണ്ണിന്റെ കാർബൺ. 2, മണ്ണിലെ pH. ഇത് രണ്ടും കറക്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കണ്ടന്റ് ആണ്, മണ്ണിൽ എപ്പോഴും ഐഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടാവണം. അയോഡിൻ എന്ന് പറയാം. ഇത് മണ്ണിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ളതാണ്. അല്ലെ, നമ്മൾ പറയാറില്ലേ, നമുക്കെപ്പോഴാണ് രോഗങ്ങളും ഫംഗസുകളും വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നമ്മളെ താണ്ഡവമാടുന്നത്? എപ്പോഴാ? നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. ഇതേ പ്രകാരം മണ്ണ് ഒരുപാട് രോഗാവൃതമാകുന്നത്, മണ്ണിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്റെ മൂലമാണ്? മണ്ണിൽ അയോഡിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐഡിൻ എന്ന് പറയുന്ന പ്രതിരോധ ശേഷിയുടെ കണ്ടന്റ് കുറയുമ്പോഴാണ്, പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് മണ്ണ് രോഗാവൃതമായി മാറുന്നത്. മണ്ണ് രോഗാവൃതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആർക്ക് ബാധിക്കും? ചെടികളെ ബാധിക്കും. അപ്പൊ ചെടികളിൽ വരുന്ന ഭൂരിഭാഗം രോഗങ്ങളും എന്തിന്റെ കാരണമാണ്? ചെടികളുടെ കാരണമല്ല, മണ്ണിന്റെ കാരണമാണ്. അപ്പൊ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സിക്കേണ്ടത് ചെടികളെ അല്ല, ആരെയാണ്? മണ്ണിനെയാണ്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് മണ്ണ് പരിപാലനം നടക്കണം. അതിനുവേണ്ടി മുമ്പുള്ള ആളുകൾ ഈ ഐഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ അയോഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് മണ്ണിൽ ധാരാളം ഉണ്ടാവാൻ വേണ്ടി മണ്ണ് നല്ല ഫാറ്റുള്ള മണ്ണായി, രോഗപ്രതിരോധ ശേഷിയുള്ള മണ്ണായിട്ട് മാറാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കല്ലുപ്പ് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഈ കല്ലുപ്പും മീനിന്റെ വേസ്റ്റും ഒക്കെ മണ്ണിന് സംജാതമാക്കുന്നത് ഐഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. അഥവാ ഇമ്മ്യൂണിറ്റി പവറാണ്, രോഗപ്രതിരോധ ശേഷിയാണ്. അതിനു വേണ്ടിയാണ് അത് കൊണ്ടുപോയിട്ട് കൊടുത്തത്. പക്ഷെ പിൽക്കാലത്ത് ഇപ്പോഴുള്ള കർഷകരൊന്നും കല്ലുപ്പ് അതുപോലെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് ഒന്നും കൊണ്ടുപോയി ഇടാൻ വേണ്ടി ശ്രമിക്കാറില്ല. തോട്ടങ്ങൾ നോക്കുക, പരിപാലിക്കുക എന്നത് തന്നെ വളരെ അപൂർവമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കർഷകർ നിരാശയിലാണ്. അവർക്ക് വിള നന്നായിട്ട് കിട്ടാതെ വന്നപ്പം, അല്ലെങ്കിൽ അങ്ങോട്ട് മുടക്കുന്ന പണം തിരിച്ച് ലഭിക്കാതെ വന്നപ്പം കർഷകർ ഈ പ്രയോഗങ്ങളൊക്കെ നിർത്തിവെച്ചു. പക്ഷെ അത് ഈ വിളകൾ കിട്ടാതെ പോയതും നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് ഇല്ലാതെ പോയതും കൃഷികൾക്ക് നാശം സംഭവിച്ചതുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു പോരുന്ന വളപ്രയോഗങ്ങളും ഈ കുമ്മായ പ്രയോഗ രീതികളും ഒക്കെയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇനി ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തത് ഐഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് മണ്ണിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികൾ, മണ്ണിരകൾ, അല്ലെ, എർത്ത് സ്വാം, ഇത് മണ്ണിൽ ധാരാളമായിട്ടുണ്ടാവണം. അതായത് എന്താ പറയാ, മണ്ണിനെ സംരക്ഷിക്കുന്ന മണ്ണിരകളുണ്ട്, മണ്ണിനെ നശിപ്പിക്കുന്ന മണ്ണിരകളുമുണ്ട്. അപ്പോ ഇവിടെ ആത്മമിത്രത്തെ കൊണ്ടുവരികയും ശത്രുമിത്രത്തെ എന്ത് ചെയ്യണം? തടയുകയും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം. അതായത് മണ്ണിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ട ഒരു ഘടകമാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മജീവികൾ ധാരാളം മണ്ണിലുണ്ടെങ്കിൽ മാത്രമാണ് ആ മണ്ണിനെ ഒരു ഫലപുഷ്ടിയുള്ള മണ്ണാക്കി എടുക്കാനും ആ മണ്ണിൽ വളരുന്ന ചെടികളെ ആരോഗ്യത്തോടുകൂടെ സംരക്ഷിക്കാനും പറ്റണമെങ്കിൽ എന്ത് വേണം? നിർബന്ധമായിട്ടും ആ മണ്ണിൽ എന്തുണ്ടാവണം? സൂക്ഷ്മജീവികൾ ഉണ്ടാവണം. പക്ഷേ ഇന്നത്തെ വളപ്രയോഗത്തിലൂടെ, രാസവളപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ കീടനാശിനികളുടെ പ്രയോഗത്തിലൂടെ, ഹൈ കെമിക്കലിന്റെ ഉപയോഗം മൂലം നിലവിൽ മണ്ണിരകളൊക്കെ നശിച്ചു പോവുക, അതുപോലെ സൂക്ഷ്മജീവികൾ ചത്തുപോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷ്മജീവികളുടെ അഭാവം മണ്ണിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, അത് ചെടികളെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജീവികളും ധാരാളം ഉണ്ടാവുന്ന, അതായത് ശത്രുകീടങ്ങളെ സംരക്ഷിക്കുകയും മിത്രകീടങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യാൻ പറ്റുന്ന വളപ്രയോഗമായിരിക്കണം നമ്മൾ നടത്തുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മണ്ണിൽ ഈ കീടാക്രമണം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? കീടാക്രമണം മൂലം വേരുകൾക്ക് നാശമുണ്ടാകുന്നു, വേരുകളെ നശിപ്പിക്കുന്നു.
അല്ലെ? ചെടികളിൽ ഇലകളൊക്കെ കാർന്ന് തിന്നുന്നു, അതേപോലെ തണ്ടുകളിൽ കയറിക്കൂടി തണ്ട് തുരക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഈ സൂക്ഷ്മ ജീവികൾ മണ്ണിലില്ലാത്തതും അതുപോലെ തന്നെ ശത്രുകീടങ്ങളെ അകറ്റാൻ സാധിക്കാത്തതുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ശത്രുകീടങ്ങളെ അകറ്റാൻ പറ്റാത്തത്? ശത്രുകീടങ്ങളെ അകറ്റാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാസവള പ്രയോഗത്തിലൂടെ, ഇംഗ്ലീഷ് വള പ്രയോഗത്തിലൂടെ, കെമിക്കൽ പെസ്റ്റിസൈഡ്സിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുളിപ്പും മധുരവുമാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, അതിന് പുളിപ്പും മധുരവുമാണ്. പുളിപ്പും മധുരവും നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കീടങ്ങൾ, അക്രമകാരികളായ കീടങ്ങൾ വന്നിട്ട് വേരിനെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്, വേരിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. എന്നാൽ അവരെ അകറ്റാൻ സാധിക്കുന്ന, കൊല്ലാതെ ബയോ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട്, ബയോളജിക്കൽ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് അവരെ കൊല്ലാതെ അകറ്റി നിർത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടുള്ള വളപ്രയോഗമാണ് ശരിക്കും മണ്ണിൽ നടത്തേണ്ടത്. അഥവാ കീടങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്താ? ഒന്ന്, കയ്പ് രസം കീടങ്ങൾക്ക് ഇഷ്ടമല്ല, രൂക്ഷഗന്ധം കീടങ്ങൾക്ക് ഇഷ്ടമല്ല, എരിവ് കീടങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഉള്ള, ചേരുവകളുള്ള വളങ്ങളാണ് നമ്മൾ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 100% ഈ കീടങ്ങളെ നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന്, ശത്രു കീടങ്ങളെ നമുക്ക് കൊല്ലാതെ അകറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഓർമ്മ വെക്കുക. കാർബൺ, 2 pH, 3 മണ്ണിൽ അയോഡിൻ എന്ന് പറയുന്ന കണ്ടന്റ്, 4 സൂക്ഷ്മജീവികൾ. ഇത് ധാരാളം മണ്ണിലുണ്ടാവണം. ഇതുണ്ടാവുമ്പോഴാണ് മണ്ണ് ആരോഗ്യമുള്ള മണ്ണായിട്ട് മാറുന്നത്. ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ചെടി അവിടെ വളരുള്ളൂ. ആരോഗ്യമുള്ള ചെടി ഉണ്ടെങ്കിലേ അതിൽ നിന്ന് ധാരാളം ഫലങ്ങൾ, അല്ലെ, ഒരുപാട് ഈൽഡ് നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി, വിളവെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 4 പ്രയോഗങ്ങളും മണ്ണിൽ കൃത്യമായി ഉണ്ടാക്കാൻ, കാർബൺ, pH, അയോഡിൻ, അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ, ഇതൊക്കെ നിലനിർത്താൻ ആർക്ക് സാധിക്കില്ല? ഇന്നത്തെ രാസവള പ്രയോഗത്തിന് സാധിക്കില്ല. അത് ഇന്ന് കർഷകർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 55% കർഷകർ ഇന്ന് ജൈവവളത്തിലേക്ക് മാറിയത്. ഇനി 45% ആളുകളാണ് ഇപ്പോഴും രാസവള പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൂടെ ഒന്ന് ബോധവൽക്കരിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മാത്രമല്ല, ഏറ്റവും നല്ല സ്കോപ്പുള്ള, സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ കൈവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ അഗ്രോയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടും പ്രസക്തിയുള്ളതാണ്, ഈ കാലഘട്ടത്തിന് അനുസൃതമാണ്, യോജിച്ചതാണ്. കർഷകന്റെ ഈൽഡ് വർദ്ധിപ്പിക്കാനും, വിളവ് കൂട്ടാനും, അതുപോലെ തന്നെ അവന് ലാഭകരമാക്കി മാറ്റാനും, എക്സ്പെൻസ്, അവന്റെ ചിലവ് കുറക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു മേഖലയാണ് ഏത്? നമ്മുടെ ഇന്ത്യ അഗ്രോ എന്ന് പറയുന്ന അഗ്രികൾച്ചർ മേഖല, അഥവാ കൃഷി മേഖല എന്ന് പറയുന്ന കൃഷിയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഏറ്റവും നല്ല ഒരു മേഖലയിലാണ് നമ്മൾ കൈവച്ചത്. ഈ മേഖല തിരിച്ചറിയുകയും ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിത് കർഷകരിലേക്ക് 100% എത്തിക്കാൻ വേണ്ടി സാധിക്കുക. ഇനി ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഡെപ്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടെല്ലാം കൂടി പറയുമ്പോൾ നമുക്ക് സമയം തികയില്ല. ഇപ്പൊ 6:39 അപ്പൊ ഇനി നിലവിൽ അതൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വെക്കുന്ന സമയത്ത് അതിന്റെ അളവും കാര്യങ്ങളും, ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതും, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും ഒക്കെ കൃത്യമായിട്ട്, എങ്ങനെയാണ് ഇത് ചെലവ് കുറക്കാൻ സാധിക്കുന്നതൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ എഴുതിയെടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്റ്റുകളാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു വലിയ ബ്രാൻഡഡ് ആണ് ഏത്? ഇന്ത്യ അഗ്രോ അഗ്രികൾച്ചർ മേഖല. അതിൽ ഏതാണ് 9ഓളം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റുകൾ എന്താണ്? നാനോ ടെക്നോളജി ബേസ് ആണ്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത? കർഷകന്റെ പൊതുവായ ഒരു സംശയം, ആശങ്ക എന്ന് പറയുന്നത്, രാസവള പ്രയോഗം നടത്തുന്നത് പോലെ ജൈവവളം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷികൾക്ക് വിളവ് കൂടുതൽ കിട്ടുമോ?
മണ്ണ് ഫലപുഷ്ടിയുള്ളതാകുമോ? ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് രാസവളം കൊണ്ട് മണ്ണ് നശിക്കുകയാണ് ചെയ്യുക. കാലക്രമേണയുള്ള തുടർച്ചയായിട്ടുള്ള രാസവള പ്രയോഗം മൂലം മണ്ണിന്റെ ഫലപുഷ്ടി നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ജൈവവളം എന്നും മണ്ണിന്റെ ഫലപുഷ്ടി ഉയർത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും വളക്കൂറുള്ള മണ്ണുണ്ടാകുന്നത് ജൈവവള പ്രയോഗത്തിലൂടെയാണ്, രാസവള പ്രയോഗത്തിലൂടെയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത്തരത്തിൽ ജൈവവളത്തിനും എന്തുണ്ട്, ഇന്ന് രാസവളത്തെ പോലെ പ്രവർത്തിക്കാനും അതേപോലെ റിസൾട്ട് നൽകാനും ഈൽഡ് നൽകാനും വിളവ് നൽകാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിപ്പിക്കണം. അതായത് അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് നിങ്ങൾ മുമ്പ് ഉപയോഗിച്ച കാലിവളം അഥവാ എന്താ പറയാ പിന്നെ പശുവിൻ കാഷ്ടം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം പോലെയുള്ള ജൈവവളം അല്ല. ആ രീതിയിൽ അത് ഉപയോഗിച്ചപ്പം റിസൾട്ട് പതിയെ ആയിരുന്നു, സ്ലോവിലായിരുന്നു, സാവകാശമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇതൊക്കെ ടെക്നോളജി ബേസ് ആയിട്ട് മാറി. ഇന്ന് ഹൈബ്രിഡ് ചെടികളുടെ കാലമാണ്, ഹൈബ്രിഡ് വിത്തുകളുടെ കാലമാണ്, ഹൈബ്രിഡ് മണ്ണിന്റെ കാലമാണ്. അപ്പോ വിത്ത് ഹൈബ്രിഡ് ആവുന്നു, ചെടികൾ ഹൈബ്രിഡ് ആവുന്നു, ഇല്ലേ, ഫലങ്ങൾ ഹൈബ്രിഡ് ആവുന്നു. അതുപോലെ തന്നെ മണ്ണും എന്താക്കി മാറ്റാൻ പറ്റും, ഹൈബ്രിഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും എന്ന് ഇന്ന് പഠനം തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദമായി സംസാരിക്കണം. ഓക്കെ, ഏതായാലും മണ്ണും ഹൈബ്രിഡ് ആക്കാൻ സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും വളക്കൂറുള്ള ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും മണ്ണിൽ കൃത്യമായി ഉണ്ടാവണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ജൈവവള പ്രയോഗം ഇനി നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളത് നാനോ ടെക്നോളജി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. ഇന്ന് ചെറിയ ഒരു ചിപ്പിലൂടെ ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു ചിപ്പിലൂടെ ആയിരക്കണക്കിന് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് ടെക്നോളജി. അത് ഇന്ന് എന്തിലൊക്കെ വന്നിരിക്കുന്നു, അത് ഇലക്ട്രോണിക്സിൽ മാത്രമല്ല, വ്യാപാരത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും, കൃഷി മേഖലയിലും കൃഷിയുടെ വളമേഖലയിലും ഒക്കെ എന്ത് വന്നിരിക്കുന്നു, ടെക്നോളജി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ 1 കിലോയും അതുപോലെ 500ഉം 400ഉം 300ഉം ഒക്കെ ഇട്ടിരുന്ന സ്ഥാനത്ത് ഇത് വെറും 10 ഗ്രാമും 5 ഗ്രാമും 25 ഗ്രാമും 50 ഗ്രാമും ഒക്കെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെടികൾക്ക് കൊടുക്കേണ്ടത്. അത്രയും അളവ് കുറഞ്ഞു. അങ്ങനെയാണ് ചെലവ് കുറക്കുന്നത്, അളവ് കുറഞ്ഞു. അപ്പൊ ആ അളവ് കുറഞ്ഞാലും നിങ്ങൾക്ക് ആശങ്ക വേണ്ട, വലിയ വിളവാണ് ഇവ തരുന്നത്. അത്രയും സ്പ്രെഡ് ആവാനുള്ള, അത്രയും ഗ്രാസ് റൂട്ടിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനുള്ള കഴിവ് ഈ വളങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നാനോ ടെക്നോളജി ബേസ് ആണ്. അതുപോലെ തന്നെ വൃക്ഷ ആയുർവേദ ബേസ് ആണ്. അതുകൊണ്ട് എന്താ, വൃക്ഷ ആയുർവേദ ബേസ് എന്ന് പറയുമ്പോൾ മരങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ, ഈ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എടുക്കുന്നത് വൃക്ഷങ്ങളിൽ നിന്ന് തന്നെയാണ്. അതാണ് വൃക്ഷ ആയുർവേദ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗുണം എന്നറിയോ, മണ്ണിനോ മനുഷ്യനോ പ്രകൃതിക്കോ ദോഷമുണ്ടാക്കുന്ന 1% പോലും കെമിക്കലും പോയിസണും അതിൽ അടങ്ങിയിട്ടില്ല. 1% പോലും കെമിക്കലില്ല, പോയിസൺ ഇല്ല. അല്ലേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭീതിയാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് ഭയമാണ്. എന്താ കാരണം, ഇന്ന് കാസർഗോഡ് മേഖലയിലൊക്കെ എൻഡോസൾഫാൻ ബാധിച്ച ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഡിസബിലിറ്റി പ്രോബ്ലംസ് സംഭവിച്ചു പോയിട്ടുണ്ട്, അല്ലെ, ബുദ്ധിമാന്യം സംഭവിച്ചു പോയിട്ടുണ്ട്, അല്ലെ, ഓർമ്മശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ പല കുടുംബങ്ങൾക്കും കീടനാശിനി പ്രയോഗം മൂലം, രാസവളത്തിന്റെ അമിതമായ പ്രയോഗം മൂലം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ സംഭവിച്ചത് വാർത്തകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ 1% പോലും കെമിക്കലും പോയിസണും ഇല്ലാത്ത വളങ്ങൾ കർഷകരെ പരിചയപ്പെടുത്തേണ്ടതും അവരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കേണ്ടതും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് കർഷകരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ഈ കാലഘട്ടത്തിൽ അത് വൃക്ഷ ആയുർവേദ ബേസ് ആണ്. ഇനി അതുപോലെ തന്നെ ഇത് ബയോസ്റ്റിമുലന്റ് ആണ്. എന്താ ബയോസ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമ്മൾ വെൽനസ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇതെന്തല്ല, മെഡിസിൻ അല്ല, മരുന്നല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ കഫ് സിറപ്പ് എടുത്തിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് മരുന്നാണോ എന്ന് ചോദിച്ചാൽ മരുന്നാണ്. മരുന്നല്ലേ എന്ന് ചോദിച്ചാൽ മരുന്നല്ല.
ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് ഏത്? ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചുക്ക് കാപ്പി. നമ്മളൊക്കെ ചുക്ക് കോഫി കുടിക്കുന്ന ആളുകളാണ്. ചുക്ക് കാപ്പി കുടിക്കുന്നത് എന്തുകൊണ്ടാ? അതൊരു മെഡിസിൻ എന്നുള്ള രൂപത്തിലല്ല. ചുക്ക് കാപ്പി മരുന്നാണോ എന്ന് ചോദിച്ചാൽ മരുന്നല്ല. എന്നാൽ മരുന്നാണോ? മരുന്നാണ്. രണ്ടും പറയാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതൊരു മെഡിസിന്റെ ലിസ്റ്റിലല്ല പെടുന്നത് എന്നർത്ഥം. ഒരു മരുന്നിന്റെ കാറ്റഗറിയിലല്ല എന്ത് പെടുന്നത്? വെൽനസ് ഉൽപ്പന്നങ്ങൾ പെടുന്നത്. അതേപോലെയാണ് നമ്മുടെ ഇന്ത്യ ഗ്രോയുടെ ഈ വളങ്ങൾ, അതായത് ഉൽപ്പന്നങ്ങൾ, അതായത് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വളമാണോ എന്ന് ചോദിച്ചാൽ വളമല്ല. എന്നാൽ വളമല്ലേ എന്ന് ചോദിച്ചാൽ വളമാണ്. ഇത് രണ്ടും പറയാൻ പറ്റും. അതാണ് എന്ന് പറഞ്ഞാൽ ഇത് ബയോസ്റ്റിമുലന്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. എന്താ ബയോസ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത് വളമാണോ എന്ന് ചോദിച്ചാൽ വളമല്ല. വളത്തിന് ബദലാണോ എന്ന് ചോദിച്ചാൽ വളത്തിന് ബദലല്ല എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇത് വളമാണോ? വളമാണ് എന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഇത് ബയോസ്റ്റിമുലന്റ് കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ടാണ്. ബയോസ്റ്റിമുലന്റിലാണ് ഇതിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് ഫെർട്ടിലൈസറിലല്ല, വളങ്ങളുടെ കൂട്ടത്തിലല്ല ഇതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബയോസ്റ്റിമുലന്റ് കാറ്റഗറിയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താ ബയോസ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാല്? വളങ്ങളുടെ ഉപയോഗമില്ലാതെ തന്നെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ്, അല്ലെ, ഇങ്ങനെ 18 ഇങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളങ്ങളുടെ ഉപയോഗമില്ലാതെ തന്നെ ചെടികൾക്ക് സമഗ്ര വളർച്ച കൊടുക്കുന്ന സാധനം കണ്ടോ? ഇതാണ് ബയോസ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളമാണോ എന്ന് ചോദിച്ചാൽ വളമല്ല. പിന്നെ ഇതെന്താണ്? വളത്തിന്റെ ഉപയോഗമില്ലാതെ തന്നെ ചെടികൾക്ക് സമഗ്ര വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സമ്പൂർണ്ണ വളർച്ച കൊടുക്കും. അപ്പൊ മറ്റുള്ളത് ഇതിന്റെ കൂടെ ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. രാസവളം ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. ഉപയോഗിക്കാതിരുന്നാൽ കുഴപ്പമില്ല. ഇത് മാത്രം ഉപയോഗിച്ചാലും സമഗ്ര വളർച്ച സാധ്യമാണ് എന്നതാണ് ബയോസ്റ്റിമുലന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ബയോസ്റ്റിമുലന്റ് കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. ഇനി ബയോസ്റ്റിമുലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റെന്തൊക്കെ ഗുണങ്ങളാണ് ഇതുള്ളത്? നാനോ ടെക്നോളജി ബേസ് ആണ്, വൃക്ഷ ആയുർവേദ ബേസ് ആണ്, ബയോസ്റ്റിമുലന്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇതിലുള്ളത്? ഒന്ന് ഭൂ അസ്ത്ര സൂപ്പർ എന്ന് പറയുന്ന ഉൽപ്പന്നം, 2 ഗ്രോ മാജിക് അഡ്വാൻസ് എന്ന് പറയുന്ന ഉൽപ്പന്നം, 3 MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്ന ഉൽപ്പന്നം, 4 MI പ്രൗഡ് എന്ന് പറയുന്ന ഉൽപ്പന്നം, 5 MI വീർ എന്ന് പറയുന്ന ഉൽപ്പന്നം, 6 വൈ റാസ് എന്ന് പറയുന്ന ഉൽപ്പന്നം, 7 മോഡിഫൈ എന്ന് പറയുന്ന ഉൽപ്പന്നം, 8 ഒലിഫ് എന്ന് പറയുന്ന ഉൽപ്പന്നം. ഇത്രയും ഉൽപ്പന്നങ്ങൾ നമുക്കിതിലുണ്ട്. അതില് നമ്മൾ മണ്ണ് നന്നാവാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് pH കറക്റ്റ് ആവണം, കാർബൺ ഉണ്ടാവണം, അതുപോലെ അയോഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ ധാരാളം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവാൻ പാകത്തിനാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഭൂ അസ്ത്ര സൂപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഭൂ അസ്ത്ര സൂപ്പറിന്റെ പ്രസക്തി, അല്ലെ? ഭൂമിയുടെ ആയുധം, സൂപ്പർ ആയിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞാൽ മണ്ണ് നന്നാക്കാനുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ആയുധമാണ് ഭൂ അസ്ത്ര സൂപ്പർ എന്ന് പറയുന്നത്. അത് മണ്ണ് കട്ട പിടിക്കാതെ സംരക്ഷിക്കുന്നു, മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു, മണ്ണിനെ 24 മണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യുന്നു. അതായത് ഇത്രയും കാലം രാസവള പ്രയോഗം നടത്തി പോകുന്ന മണ്ണാണ്. ആ മണ്ണിനെ എന്ത് ചെയ്യുന്നു? 24 മണിക്കൂർ കൊണ്ട് പ്യൂരിഫൈ ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ, വൃത്തിയാക്കാൻ അതിന് സാധിക്കുന്നു. ഈർപ്പം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. വേരുകൾ നന്നായിട്ട് ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു. മറ്റ് കീടങ്ങളിൽ നിന്ന് വേരുകളെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തികളാണ് നമ്മുടെ ഭൂ അസ്ത്ര സൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂ അസ്ത്ര സൂപ്പർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആവണക്കണ്ണയുടെ സത്ത് 5% ആര്യവേപ്പിന്റെ സത്ത് 5%, എൻസൈമുകൾ 5%, ഈർപ്പം 10%, ബെൻഡോണൈറ്റ് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ആഷസ്, അഗ്നിപർവ്വത ചാരം 75%. ഇതൊക്കെയാണ് ഇതിലെ ചേരുവകൾ എന്ന് പറയും. ഇതൊക്കെ ചേർത്തുകൊണ്ട് എന്താ ഗുണം? ആവണക്കണ്ണയുടെ സത്തും ആര്യവേപ്പിന്റെ സത്തും ചേർത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും കയ്പ് രസമാണ്. കയ്പ് രസമായതുകൊണ്ട് തന്നെ കീടങ്ങൾ എങ്ങോട്ട് അടുക്കൂല? വേരുകളിലേക്ക് അടുക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞു രാസവളം മധുരവും പുളിപ്പുമാണ്, അവിടെ കീടങ്ങൾ വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. ഇത് കയ്പ് രസമായതുകൊണ്ട് കീടങ്ങൾ അകന്നു പോവുകയാണ് ചെയ്യുക, കീടങ്ങളെ കൊല്ലപ്പെടുകയില്ല. ബയോളജിക്കൽ കൺട്രോൾ നടത്തിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പം അതിൽ അടങ്ങിയിരിക്കുന്ന 75% വോൾക്കാനിക് ആഷസ് ആണെന്ന് ഞാൻ പറഞ്ഞു, അഗ്നിപർവ്വതചാരം. അത്
ഇടുന്നത് മൂലം ഞാൻ പറഞ്ഞ ഇവിടുത്തെ ചാരത്തേക്കാൾ 40 മടങ്ങ് ഫലപുഷ്ടിയുള്ളതാണ് അഗ്നിപർവ്വത ചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിലെ ചേരുവകൾ. അങ്ങനെ ടോട്ടൽ 100% അതിൽ ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മണ്ണിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കാൻ സംരക്ഷിക്കാൻ ആർക്ക് സാധിക്കുന്നു? ഭൂ അസ്ത്ര സൂപ്പറിന് സാധിക്കുന്നു. എന്നാൽ ഒരിക്കലും ഭൂ അസ്ത്ര എന്തല്ല, ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മണ്ണിൽ ഭൂവസ്ത്രം മാത്രം ഇട്ടാൽ മതിയോ. ഭൂവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ക്ലിയർ ആവും, പക്ഷെ വളർച്ചയ്ക്ക് വേണ്ടി അതിന്റെ കൂടെ നമ്മൾ ഗ്രോ മാജിക് കൂടെ കൊടുക്കണം. വളർച്ച സാധ്യമാക്കുന്നത് ഗ്രോ മാജിക് അഡ്വാൻസ് ആണ്. ഇനി ഗ്രോ മാജിക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ഗ്രോ മാജിക്കിൽ ജാസ്മോണൈറ്റ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ തേനീച്ചകളെ ആകർഷിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ്. അതൊരു പൗഡർ ഫോമാണ്. അതുപോലെ ഭൂവസ്ത്ര തരിതരിയാണ്, ഗ്രാനുവൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് കഴിഞ്ഞ ഉടനെ ഒന്ന് നനച്ചു കൊടുക്കൽ വളരെ നിർബന്ധമാണ്. കാരണം നനഞ്ഞാൽ മാത്രമാണ് അത് വിഘടിക്കുകയുള്ളൂ. വേരിലൊക്കെ പോയിട്ട് അള്ളിപ്പിടിച്ച് സംരക്ഷണം നടത്തണമെങ്കിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കണം. മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് നനക്കേണ്ട കാര്യമില്ല. മഴയില്ലാത്ത സമയത്താണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഭൂവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നനച്ചു കൊടുക്കണം. സമയം വൈകിക്കാതെ നനച്ചു കൊടുക്കണം. കാരണം 24 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ പ്രവർത്തനം നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ നനച്ചു കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഗ്രോ മാജിക് മാക്സിമം മാജിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് തരുന്നത്. മാക്സിമം ഗ്രോത്ത് തരികയാണ്. മാക്സിമം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്ക് ഇലകൾ, പൂക്കൾ, കായകൾ ഇതൊക്കെ വർദ്ധിക്കും. ഇലകൾ വിരിഞ്ഞു നിൽക്കും, കായഫലം കൂടും, പൂക്കൾ വർദ്ധിക്കും. അതായത് 50% ആൺപൂക്കളും 50% പെൺപൂക്കളുമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ 90% ആൺപൂക്കളെ ആരാക്കി മാറ്റും? പെൺപൂക്കളാക്കി മാറ്റാനുള്ള കഴിവ് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസിനുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കായഫലം കൂടും. മനസ്സിലായില്ലേ? പൂക്കൾ പൊഴിഞ്ഞു പോവാതെ സംരക്ഷിക്കും. പൂക്കൾ പൊഴിഞ്ഞു പോവാതെ സംരക്ഷിക്കും. ഗ്ലൈസിങ് കൂടും. ഗ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നല്ല മിനുസം ഉണ്ടാവും, അതുപോലെ തിളക്കം ഉണ്ടാവും. അതാണ് ഗ്ലൈസിങ് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലേ? കുത്തുകുത്തൊന്നും ഇല്ലാതെ നല്ല തിളക്കത്തോടുകൂടെ നിലനിൽക്കും. അതുപോലെ പച്ചപ്പ്, അതിൽ മഗ്നീഷ്യം അടങ്ങിയത് കൊണ്ട് ഹരിതകം, പച്ചപ്പ് നിലനിൽക്കും. അതുപോലെ തന്നെ കളറ് മാറും, ടേസ്റ്റ് മാറും, രുചി മാറും, തൂക്കം വർദ്ധിക്കും. അതുപോലെ യൂണിഫോം സൈസിലേക്ക് മാറും. യൂണിഫോം സൈസ് പറഞ്ഞാൽ ഒരേ വലിപ്പത്തിൽ. ഇപ്പൊ ഒരു വാഴക്കുലയിലെ ഏറ്റവും ചുവട്ടിലെ പടല ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരേ വലിപ്പത്തിൽ ലഭിക്കും. അതാണ് യൂണിഫോം സൈസ് കൊണ്ട്. ഇനിയിപ്പോൾ അത് പൊട്ടോട്ടയിലാണെങ്കിലും ടൊമാറ്റോയിലാണെങ്കിലും മറ്റ് ഏത് പഴങ്ങളിലോ പച്ചക്കറികളിലോ ഏതിലാണെങ്കിലും അതിൽ യൂണിഫോം സൈസ് നൽകുന്നു. പയറൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പത്തിലേക്ക് മാറും. ഒരേ യൂണിഫോമിറ്റി അതെന്തുകൊണ്ട് കൊണ്ടുവരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഏത്? നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ്. അതിലടങ്ങിയ ചേരുവകൾ എന്ന് പറയുന്നത് കടൽപ്പായൽ സത്ത് 70% ഉണ്ട്, ഹ്യൂമിക് ആസിഡ് 10% ഉണ്ട്, സസ്യസത്ത് 10% ഉണ്ട്, എൻസൈമുകൾ 10% ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 100% ചേരുവകളാണ് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ചില്ലകളും പൂക്കളും കായകളും ഒക്കെ വർദ്ധിക്കാൻ ഗ്രോ മാജിക് അഡ്വാൻസ് സഹായിക്കുന്നു. മാക്സിമം ഗ്രോത്ത് ലഭിക്കാനും എന്ത് സഹായിക്കുന്നു? ഗ്രോ മാജിക് അഡ്വാൻസ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രോ മാജിക് അഡ്വാൻസ് ഒരു ബൂസ്റ്ററും കൂടിയാണ്. താഴെയുള്ള നമ്മുടെ ഭൂവസ്ത്രയിലുള്ള വളത്തിന്റെ അംശങ്ങളൊക്കെ, പോഷകങ്ങളൊക്കെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാൻ ആര് സഹായിക്കും? നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ് സഹായിക്കും. അതുകൊണ്ട് ഭൂവസ്ത്രം മാത്രം മണ്ണിലിട്ട് കൊടുക്കരുത്. ഭൂവസ്ത്രയുടെ കൂടെ എന്തുകൂടെ ഇട്ട് കൊടുക്കണം? ഗ്രോ മാജിക്കും കൂടെ ഇട്ട് കൊടുക്കണം. ഭൂവസ്ത്രം ഇട്ട് കൊടുക്കാം. എന്തിന്? മണ്ണ് ക്ലിയർ ചെയ്യാൻ ഭൂവസ്ത്രം മാത്രം ഇട്ട് കൊടുക്കാം. ഗ്രോത്തും കൂടെ വളർച്ചയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഭൂവസ്ത്രയുടെ കൂടെ ഗ്രോ മാജിക് അഡ്വാൻസ് കൂടെ ആഡ് ചെയ്ത് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഓക്കെ, ഇനി അടുത്തത് അതാണ് മണ്ണിലേക്ക് നമ്മൾ കൊടുക്കുന്ന 2 ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് ഇട്ട് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഒന്ന് ഭൂവസ്ത്ര സൂപ്പറും, 2 ഗ്രോ മാജിക് അഡ്വാൻസും. ഇനി നമ്മൾ സ്പ്രേയിലേക്ക് പോകുമ്പോൾ സ്പ്രേ ചെയ്യാനാണെങ്കിലും മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണെങ്കിലും ഈ 3 ഉൽപ്പന്നങ്ങളുടെ ലായനിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അതിൽ ഒന്ന് MI സ്പ്രേ പ്ലസും, 2 ഗ്രോ മാജിക് അഡ്വാൻസും, 3 ഒലിഫുമാണ്. ഇത് 3ഉമാണ് മണ്ണിനടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനും അതുപോലെ സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഒരേ ലായനിയാണ്.
അതില് MI സ്പ്രേ പ്ലസിന്റെ പ്രത്യേകത എന്താ? MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്നത് ഗമ്മാണ്, ഗമ്മ്, പശ. സാധാരണ മാർക്കറ്റിൽ പോയാൽ വളക്കടയിൽ പോയാൽ പശ കിട്ടും. ആ പശക്ക് ഒരു 3 ഗുണമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്ന ഗമ്മിന് 6 ബെനിഫിറ്റ് ആണുള്ളത്. 6 ബെനിഫിറ്റ് ഉണ്ട്. അതൊന്ന് സ്റ്റിക്കറാണ്, അതായത് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കും. 2 അത് സ്പ്രെഡറാണ്, മാക്സിമം പ്രതലങ്ങളിലേക്ക് വ്യാപിക്കും. 3 അത് ആക്ടിവേറ്റർ ആണ്, എപ്പോഴും കരുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. 4 അത് റീആക്ടർ ആണ്, വീണ്ടും വീണ്ടും ചെടികൾക്ക് കരുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. 5 അത് പെനിറ്റേറ്റർ ആണ്, താഴെ അടിച്ചു കൊടുത്താൽ മുകളിലേക്ക് തുളച്ചു കയറാൻ അത് സഹായിക്കും. അതായത് ഇലകളുടെ മുകളിലേക്ക് അത് സ്വമേധയാ എത്തിക്കോളും. ഓക്കെ. 6 ഇത് പോളിനേറ്റർ ആണ്, അഥവാ പരാഗണം. ഞാൻ പറഞ്ഞു ജാസ്മോണൈറ്റ് എന്ന് പറയുന്ന ഹോർമോൺ അതിലുള്ളത് കൊണ്ട് തന്നെ പരാഗണവും പരപരാഗണവും നടത്താൻ സഹായിക്കുന്നത്, ഈച്ചകളെ, തേനീച്ചകളെ ആകർഷിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ പരാഗണം നടക്കും. ഇത്രയും 6 ഗുണങ്ങളുള്ളതാണ് നമ്മുടെ MI സ്പ്രേ പ്ലസ് എന്ന് പറയും. ഇനിയും ഒരുപാട് ഗുണങ്ങൾ MI സ്പ്രേ പ്ലസിനുണ്ട്. അതായത് എന്താ പറയാ, കേടാവാതെ, അതുപോലെ എന്താ പറയാ, ചീയാതെ, വാടാതെ സൂക്ഷിക്കാനൊക്കെ എന്ത് നല്ലതാണ്, നമ്മുടെ MI സ്പ്രേ പ്ലസ് നല്ലതാണ്. നമ്മുടെ മുരിങ്ങയില, കരിവേപ്പിലയുടെ ഇല, ഇല്ലേ, ഇങ്ങനെ തുടങ്ങിയുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ വാടാതെ സൂക്ഷിക്കാനും നമ്മുടെ MI സ്പ്രേ പ്ലസ് നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. MI സ്പ്രേ പ്ലസിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാ? സൈക്ലോസിലിക് സേനുകൾ 10% ഇമൾസ്ഫിയർ എന്ന് പറയുന്നത് 10%, അക്വാ സോൾവെന്റ് 80%. ഇങ്ങനെ ടോട്ടൽ 100% അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്വാ സോൾവെന്റ് അതിലുള്ളത് കൊണ്ട് അളവിൽ ഒരിക്കലും കൂടാൻ പാടില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് ഏത്? MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്ന ഗമ്മ്. ഒരു കാരണവശാലും അളവിൽ കൂടാൻ പാടില്ല. അത് 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു എന്താ പറയാ 33 മില്ലി മതി. 0.33 മില്ലി മതി. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 1 ലിറ്ററിലേക്ക് 0.33 മില്ലിയാണ്. അപ്പോ 100 മില്ലിയുടെ ബോട്ടിൽ എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് 400 ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാം. 400 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഗമ്മ് ഉപയോഗിക്കാൻ പറ്റും. 440 രൂപയാണ് അതിന്റെ വില, DP വില. അപ്പോ നമുക്കത് 400 ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് MI പ്രൗഡ്. അതിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കാനും സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഉൽപ്പന്നം MI പ്രൗഡാണ്. MI പ്രൗഡ് നമുക്കതിൽ ഉപയോഗിക്കാം. എന്തിനു വേണ്ടി? ചെടികൾക്ക് ചീയലുണ്ടെങ്കിൽ, പൂപ്പലുണ്ടെങ്കിൽ, മഞ്ഞളിപ്പുണ്ടെങ്കിൽ, ഇല ചുരുളുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ അത് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഏത്? MI പ്രൗഡ് എന്ന് പറയുന്ന ഉൽപ്പന്നം. അതൊരു ലിക്വിഡാണ്. 1 ലിറ്ററിലേക്ക് 2 മില്ലി വീതമാണ് MI പ്രൗഡ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പൊ ആ രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീച്ചല് പോലെയുള്ള, പൂപ്പല് പോലെയുള്ള, മഞ്ഞളിപ്പ് പോലെയുള്ള, ഇല ചുരുളുക പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ. അതിലടങ്ങിയിരിക്കുന്നത് ആവണക്കെണ്ണ 5%, മൃഗ എണ്ണ 75%, ഇമൾസ്ഫിയർ 5%. ഇങ്ങനെ ടോട്ടൽ 100% അതിലും എന്തായിരിക്കുന്നത്? അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫാറ്റി ആസിഡുകളുടെ കോപ്പർ സോട്ട് ഉണ്ട് 10%, സസ്യസത്ത് 5% അങ്ങനെ ടോട്ടൽ 100% അതിലും ചേരുവകൾ അടങ്ങിയിട്ടുണ്ട്. MI പ്രൗഡ് ചീയല്, പൂപ്പല്, മഞ്ഞളിപ്പ്, ഇലചുരുളൽ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒലിഫ്, ഓർഗാനിക് ലിക്വിഡ് ഇൻപുട്ട് ഫോർമുല. ഒലിഫ് 16ഓളം സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയാണ്. ഞാൻ പറഞ്ഞു മണ്ണിൽ ധാരാളം എന്ത് വേണം? സൂക്ഷ്മ മൂലകങ്ങൾ വേണം, സൂക്ഷ്മ ജീവികൾ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് സൂക്ഷ്മ ജീവികൾ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓഫ്ലൈനിൽ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അതിലൊക്കെ സംസാരിക്കാം. ഓക്കെ. ഏതായാലും അതിലേക്കൊന്ന് ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സംസാരിച്ച് തീരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിഫ് ഓർഗാനിക് ലിക്വിഡ് ഇൻപുട്ട് ഫോർമുല എന്ന് പറയുന്നത് 9ഓളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ്. 16ഓളം സൂക്ഷ്മ മൂലകങ്ങളുള്ളതാണ്. സൂക്ഷ്മ മൂലകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അനിവാര്യമാണ്, പ്രാധാന്യമുള്ളതാണ് മണ്ണിന്. അതുകൊണ്ട് തന്നെ ഒലിഫ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഗ്രോ മാജിക്കും ഒലിഫും സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചീയല്, ഫംഗല്, അതുപോലെ തന്നെ പൂപ്പല്, അതുപോലെ തന്നെ നമ്മുടെ ഇല ചുരുളല്, മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? MI പ്രൗഡ് കൂടെ ഉപയോഗിച്ച് സ്പ്രേയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അതേപോലെ മണ്ണിന്റെയും വെള്ളത്തിന്റെയും pH കറക്റ്റ് ചെയ്യാനുള്ളതാണ് ഏത്? നമ്മുടെ
മോഡിഫൈ എന്ന് പറയുന്നത് തുള്ളി തുള്ളിയായിട്ട് നമ്മൾ ഉറ്റിച്ചു കൊടുത്ത് വെള്ളത്തിന്റെ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡിങ്ങിലേക്ക് മാറുന്ന സമയത്ത് വെള്ളത്തിന്റെ pH ഓക്കെ ആയിട്ടുണ്ടാവും. അത് തുള്ളി തുള്ളിയായി ഉറ്റിച്ച് എപ്പോഴാണോ ആ വെള്ളം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക്, ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നത്, ആ സമയത്ത് അതിന്റെ pH ഓക്കെ ആയിട്ടുണ്ടാകും. ആ വെള്ളം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്യാം, ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം. അപ്പൊ മണ്ണിന്റെയും വെള്ളത്തിന്റെയും pH എന്തായി കിട്ടും, ഓക്കെ ആയി കിട്ടും. അതിനാണ് നമ്മൾ മോഡിഫൈ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതേപോലെ വൈറാസ് ഉപയോഗിക്കുന്നത് വൈറസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇഞ്ചിയിലൊക്കെ ധാരാളം വൈറസുകൾ വന്നു അല്ലേ? ഇഞ്ചിയിൽ ഒരുപാട് വൈറസ് വന്ന് ഒരുപാട് കർഷകരുടെ ഇഞ്ചി നശിച്ചുപോയി. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് വൈറാസ് എന്ന് പറയുന്ന വൈറസുകൾക്കെതിരെ. ഇലകളുടെ ഞരമ്പുകളിൽ മഞ്ഞ കാണുന്നുണ്ടെങ്കിൽ അതാണ് വൈറസിന്റെ ലക്ഷണം. ഇലകളുടെ ഞരമ്പുകളിൽ മഞ്ഞ കാണുന്നുണ്ടെങ്കിൽ അതാണ് വൈറസിന്റെ ലക്ഷണം. അതുകൊണ്ട് വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ളതാണ് വൈറാസ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോ മോഡിഫൈ പറഞ്ഞു, വൈറാസ് പറഞ്ഞു. ഓക്കെ. ഇനി എം ഐ വീർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് പുഴുക്കൾക്കെതിരെയാണ്. പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നം, പുഴുക്കള്, ഈച്ചകള്, അതുപോലെ തന്നെ ചെള്ള്, ഇതൊക്കെ ഉണ്ടെങ്കിൽ, ചിതല് പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നമാണ് വീർ. ഈ പറഞ്ഞ വീറും അതുപോലെ തന്നെ സിട്ര ഉണ്ട്. സിട്ര നമുക്ക് ഈ എന്താ പറയാ, പൊള്ളുവണ്ട്, മുഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ BTH കിടം പോലെയുള്ളവയെ ദൂരീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിട്ര. അപ്പൊ വീറും സിട്രയും, പുഴുക്കൾ ഉണ്ടെങ്കിൽ വീറും, മുഞ്ഞ പോലെയുള്ള പൊള്ളുവണ്ട് പോലെയുള്ളതുണ്ടെങ്കിൽ സിട്രയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ 1 ലിറ്ററിൽ 2 മില്ലിയാണ് ഉപയോഗിക്കുക. 1 ലിറ്ററിൽ 2 ml ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഒലിഫും 1 ലിറ്ററിൽ 2 മില്ലിയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി വളരെ വിശദമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ചെലവ് കുറക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അളവുകൾ എന്നൊക്കെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഓക്കെ. അതിന് പിന്നീട് അവസരം ലഭിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഏതാണ്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 7:02. എല്ലാവർക്കും, എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രിയപ്പെട്ട ലീഡേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ ഉസ്മാൻ ദാരിമി അടക്കമുള്ള എല്ലാ ആളുകൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ വലിയ അറിവും നല്ല ഗ്രോത്തും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജയ് മൈ ലൈഫ്.